നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം ഉള്ളൊരു ടെൻഷനാണ് രാവിലെ എന്തുണ്ടാക്കും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ടെൻഷനായിരിക്കും. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല വെള്ളയപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇരുന്നാഴി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇരുന്നാഴി പച്ചരി നന്നായിട്ടൊന്ന് കഴുകി ഒരു 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അരി കുതിരാനായിട്ട് വെച്ചിട്ട് 6 മണിക്കൂറോളമായി. ഇനി നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് ഈ കപ്പിലാണ് അരി അളന്നെടുക്കുന്നത്. ഈ 1 കപ്പ് അരിക്ക് 3/4 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, പിന്നെ 3/4 ടീസ്പൂൺ ഈസ്റ്റ്, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് അരി നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് അടച്ച് വെച്ച് നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാം. ഇപ്പോൾ ദാണ്ട് നമ്മൾ അരച്ച് വെച്ച മാവ് നന്നായിട്ട് എല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അപ്പം ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അപ്പത്തിൻ്റെ കൂടെ കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടലക്കറിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.